നമസ്കാരം. പ്രധാന വാർത്തകൾ. വാണിയംകുളത്ത് നിന്നും കാണാതായ 3 അംഗ കുടുംബത്തെ 8 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിൽ കണ്ടെത്തി പോലീസ്. നാടുവിടാൻ പ്രേരിപ്പിച്ചത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെന്ന കുടുംബം. ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഒറ്റപ്പാലം ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സമരജ്വാല തെളിയിച്ച് സമരപ്രഖ്യാപനം നടത്തുമെന്ന് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ മെഗാ തൂഫാൻ ജനകീയ പ്രതിരോധ പരിപാടി വെള്ളിയാഴ്ച. ലഹരി വിരുദ്ധ സംഗമത്തിനായി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പെരിന്തൽമണ്ണയിലെത്തും. പ്രചരണ ജാഥ സംഘടിപ്പിച്ചു നഗരസഭ. ഡോക്ടർമാരുടെ കുറവ്. പൂക്കോട്ടുകാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം കടുത്ത പ്രതിസന്ധിയിലേക്ക്. ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായും അവതാളത്തിലാക്കി മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള 2 ഡോക്ടർമാരുടെ സ്ഥലം മാറ്റം. മലപ്പുറം ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും നടത്തിയ ജനസാക്ഷ്യം അദാലത്തിൽ ലഭിച്ചത് 387 പരാതികൾ. അദാലത്തിൽ ലഭിച്ച പരാതികൾ വേഗം തീർപ്പാക്കണമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി P. K. കുഞ്ഞാലിക്കുട്ടി. വിശദമായ വാർത്തകളിലേക്ക്. വാണിയംകുളത്ത് നിന്നും കാണാതായ 3 അംഗ കുടുംബത്തെ 8ാം ദിവസം കർണാടകയിൽ കണ്ടെത്തി. പനയൂർ സ്വദേശികളായ ബാബു ഭാസ്കർ, ഭാര്യ രമാദേവി, മകൻ വിഷ്ണു എന്നിവരെയാണ് ഷൊർണൂർ പോലീസിന്റെ പഴുതടച്ച അന്വേഷണത്തിൽ ചാമരാജ് നഗറിൽ നിന്ന് കണ്ടെത്താനായത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് തങ്ങളെ നാടുവിടാൻ പ്രേരിപ്പിച്ചതെന്ന് കുടുംബം പോലീസിനോട് സമ്മതിച്ചു. ഇവർക്കായി 2 പ്രത്യേക അന്വേഷണ സംഘങ്ങളെ രൂപീകരിച്ചാണ് ഷൊർണൂർ പോലീസ് തിരച്ചിൽ നടത്തിയത്. ഈ മാസം 9 പുലർച്ചെ പനയൂരിലെ വീട്ടിൽ നിന്നും സ്വന്തം പിക്കപ്പ് വാഹനത്തിൽ യാത്ര തിരിച്ച കുടുംബം ചെറുപ്പശ്ശേരി വഴി മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിച്ചതായി പോലീസിന്റെ CCTV അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. മൂവരുടെയും മൊബൈൽ ഫോണുകൾ പൂർണ്ണമായും സ്വിച്ച് ഓഫ് ആയിരുന്നത് പോലീസിനെ തുടക്കത്തിൽ ഏറെ വലച്ചു. സൈബർ സെല്ലിന്റെ സഹായം ലഭ്യമാകാതിരുന്നതോടെ വഴിനീളെയുള്ള CCTV ക്യാമറകൾ മാത്രമായി അന്വേഷണ സംഘത്തിന്റെ ഏക ആശ്രയം. തുടർന്നുള്ള പരിശോധനയിൽ നാടുകാണി ചുരം വഴി ഇവർ സഞ്ചരിച്ച വാഹനം കർണാടക അതിർത്തി കടന്നതായും മണിക്കൂറുകൾക്ക് ശേഷം അതേ വാഹനം തിരികെ വന്നതായും പോലീസ് കണ്ടെത്തി. അച്ഛനെയും അമ്മയെയും ചാമരാജ നഗറിലെ വാടക വീട്ടിൽ സുരക്ഷിതരാക്കിയ ശേഷം മകൻ വിഷ്ണുവാണ് വാഹനം തിരികെ കൊണ്ടുവന്ന് നാടുകാണി ചുരത്തിൽ ഉപേക്ഷിച്ചത്. വാഹനത്തിന്മേൽ വലിയ സാമ്പത്തിക ബാധ്യതയുള്ളതിനാൽ ധനകാര്യ സ്ഥാപനം അത് എടുത്തോട്ടെ എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത്. അന്നു രാത്രി ഉപേക്ഷിച്ച വാഹനത്തിൽ തന്നെ കിടന്നുറങ്ങിയ വിഷ്ണു പിറ്റേ ദിവസം രാവിലെ ബസ് മാർഗമാണ് മാതാപിതാക്കളുടെ അടുത്തേക്ക് മടങ്ങിയത്. കേരളത്തിലെയും കർണാടകയിലെയും ഉൾപ്പെടെ 300ഓളം CCTV ക്യാമറകളാണ് പോലീസ് സംഘം ഇതിനായി പരിശോധിച്ചത്. ഇരു സംസ്ഥാനങ്ങളിലെയും പ്രധാന ആരാധനാലയങ്ങളിലും ലോഡ്ജുകളിലും പോലീസ് വ്യാപക തിരച്ചിൽ നടത്തി. ഒടുവിൽ കർണാടക മൈസൂർ റോഡിൽ നിന്നും 7 കിലോമീറ്ററോളം മാറി ഒരു ഉൾഗ്രാമത്തിലെ തോട്ടത്തിനുള്ളിലുള്ള വാടക വീട്ടിൽ നിന്നാണ് കുടുംബത്തെ പോലീസ് സുരക്ഷിതമായി കണ്ടെത്തിയത്. SI KP അശ്വിൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീഷ്, സിവിൽ പോലീസ് ഓഫീസർ സുജി ശേഖർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘവും സർക്കിൾ ഇൻസ്പെക്ടർ P. വിഷ്ണു, ASI അനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ സന്ദീപ്, സുഭാഷ് എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്ന മറ്റൊരു സംഘവുമാണ് അന്വേഷണം വിജയകരമായി പൂർത്തിയാക്കിയത്. ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയും സമരമുഖത്തേക്ക്. ഒറ്റപ്പാലം ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സമരജ്വാല തെളിയിച്ചുകൊണ്ട് സമരപ്രഖ്യാപനം നടത്തുമെന്ന് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലൻ പറഞ്ഞു. ഇഴഞ്ഞു നീങ്ങുന്ന ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി വിവിധ സമരമുറകളുമായി മുന്നിട്ടിറങ്ങുന്നത്. സമരപ്രഖ്യാപനത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ 10:30 ഒറ്റപ്പാലം ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ സമരജ്വാല തെളിയിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ സമരമുറകളുമായി BJP മുന്നോട്ടു പോകുമെന്നും വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലൻ പറഞ്ഞു. രോഗികളും വിദ്യാർത്ഥികളും മറ്റ് യാത്രക്കാരടക്കം ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് പാതയിലൂടെ യാത്ര ചെയ്യുന്നതെന്നും ഇതിന് ഉടൻ പരിഹാരം കാണണമെന്നും വേണുഗോപാലൻ പറഞ്ഞു. ചെറുപ്പശ്ശേരി റോഡിന്റെ പണി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് വെസ്റ്റ് ജില്ലാ ഘടകം നാളെ മുതൽ സമരം ആരംഭിക്കുക. ഈ പ്രദേശത്ത് വളരെ ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. വർഷങ്ങളായി ഒരു റോഡിന്റെ പണി നടക്കാതിരിക്കുക, പൂർത്തിയാവാതിരിക്കുക. അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് വിവിധ തരത്തിലാണ്. അതിലൊന്ന്, രോഗികളെ കൊണ്ട് ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല, അത്യാവശ്യ യാത്രകൾ കഴിയില്ല, നടന്നു പോകാൻ പോലും പറ്റില്ല. UDFന്റെ കണ്ണ് തുറക്കണം. UDFന്റെയും ഭരണം കഴിയുന്നവരെ കാത്തിരിക്കാൻ ജനങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഈ സമരം ഭാരതീയ ജനതാ പാർട്ടി ഈ സമയത്ത് ഏറ്റെടുക്കുന്നത്.
ജനങ്ങളുടെ പ്രതീക്ഷ പോലെ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ കാത്തു നിന്നിട്ടുണ്ടാകുക. BJP അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇതിനൊരു അവസാനം കഴിഞ്ഞ നിയമസഭയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചത്. പക്ഷെ അത് നടന്നില്ല. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ സമര പരിപാടികൾ ഈ റോഡിന്റെ പണി പൂർത്തീകരിക്കുന്നവരെ ഭാരതീയ ജനതാ പാർട്ടി ആ സമരരംഗത്തുണ്ടാവും. പാലക്കാടിനെ കഴിഞ്ഞാൽ അതിനോടൊപ്പം നിൽക്കാവുന്ന ഒരു പ്രാധാന്യമുള്ള ഒറ്റപ്പാലം ടൗണിൽ നിന്ന് പോകുന്ന ഈ റോഡ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അതിന് മുൻകൈ എടുക്കണം. ഞങ്ങൾ ഈ വിഷയവും ഉന്നയിച്ചുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകളെ നേരിട്ട് ജനങ്ങളെ സംഘടിപ്പിച്ച് ജനങ്ങളുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് ഞങ്ങൾ അവരെ കാണാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നാളെ സമര പ്രഖ്യാപനം നമ്മുടെ ഒറ്റപ്പാലത്തുള്ള ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ സമരജ്വാല തെളിയിച്ചുകൊണ്ടാണ് നാളെ സമര പ്രഖ്യാപനം നടത്തുന്നത്, സമരത്തിന് തുടക്കം കുറിക്കുന്നത്. കേരളത്തിൽ വേരൂന്നുന്ന ലഹരി മാഫിയക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ സംഘടിപ്പിക്കുന്ന മെഗാ തൂഫാൻ ജനകീയ പ്രതിരോധ പരിപാടി വെള്ളിയാഴ്ച നടക്കും. തൂഫാൻ ലഹരി വിരുദ്ധ സംഗമം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ പ്രചരണാർത്ഥം പെരിന്തൽമണ്ണ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. നിമിഷങ്ങളുടെ ആസ്വാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ലഹരി തകർത്തെറിയുന്നത് ഒരു ആയുസിന്റെ സമ്പാദ്യവും ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളുമാണ്. നമ്മുടെ മക്കൾ തെറ്റായ വഴിയിലേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പുവരുത്തുവാൻ നാം ഓരോരുത്തരും ജാഗരൂകരായിരിക്കേണ്ട സമയമാണിത്. ലഹരിയുടെ വിപണനത്തിനും ഉപയോഗത്തിനും തടയിടുന്നതിനു വേണ്ടി പെരിന്തൽമണ്ണ നഗരസഭ സംഘടിപ്പിക്കുന്ന മെഗാ തൂഫാൻ നാളെ വൈകുന്നേരം 3 മണിക്ക് ഷിഫ കൺവെൻഷൻ സെന്ററിൽ വെച്ച് ബഹുമാന്യനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുമ്പോൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ വിളംബരവുമായെത്തുന്ന ഈ ജനകീയ കൂട്ടായ്മയിൽ അണിചേർന്ന് ലഹരിയുടെ വലക്കിടികളെ തകർത്തെറിയുവാൻ, നമ്മുടെ വീടുകളെയും വിദ്യാലയങ്ങളെയും കാത്തു സൂക്ഷിക്കുവാൻ, നാടിനെ രക്ഷിക്കുവാൻ നന്മയുടെ പാതയിൽ നഗരസഭ നടത്തുന്ന ബോധവൽക്കരണ യജ്ഞത്തിൽ നമുക്കും പങ്കാളികളാവാം. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് ഷിഫ കൺവെൻഷൻ സെന്ററിലാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായുള്ള ലഹരി വിരുദ്ധ സംഗമം നടക്കുന്നത്. പരിപാടി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം തീർക്കുക എന്ന ലക്ഷ്യത്തോടെ നജീബ് കാന്തപുരം MLA നേതൃത്വത്തിലാണ് പെരിന്തൽമണ്ണയിൽ മെഗാ തൂഫാൻ പ്രോഗ്രാം നടക്കുന്നത്. പരിപാടിയുടെ പ്രചരണാർത്ഥം നഗരത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് നടത്തി. പെരിന്തൽമണ്ണ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ മെഗാ തൂഫാന്റെ പ്രചരണാർത്ഥം നഗരത്തിൽ ജനകീയ വിളംബര റാലിയും നടത്തി. മനഴി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി മുനിസിപ്പൽ ടൗൺ സ്ക്വയറിൽ സമാപിച്ചു. ലഹരി വിപത്തിനെ നേരിടുന്നതിനായി 1 വർഷം നീണ്ടു നിൽക്കുന്ന അതിശക്തമായ 15 കർമ്മ പരിപാടികളാണ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും ലോഞ്ചിങ്ങും വെള്ളിയാഴ്ച ആഭ്യന്തരമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിലുണ്ടാകും. ഡോക്ടർമാരുടെ കുറവ് മൂലം പൂക്കോട്ടുകാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം കടുത്ത പ്രതിസന്ധിയിലേക്ക്. മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ 2 ഡോക്ടർമാർ സേവനമനുഷ്ഠിച്ചിരുന്ന ആശുപത്രിയിൽ നിലവിൽ ഒരാൾ മാത്രമാണ് ഉള്ളത്. 2ാമത്തെ ഡോക്ടർക്കും സ്ഥലം മാറ്റ ഉത്തരവ് ലഭിച്ചതോടെ ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായും അവതാളത്തിലാകുന്ന അവസ്ഥയിലാണ്. നേരത്തെ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ അശോകൻ സ്ഥലം മാറിപ്പോയതിന് പിന്നാലെയാണ് 2ാമത്തെ ഡോക്ടർക്കും ട്രാൻസ്ഫർ ഓർഡർ വന്നിരിക്കുന്നത്. പകരം പുതിയൊരു ഡോക്ടറെ നിയമിക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. പുതിയ ആളെ നിയമിച്ചാൽ മാത്രമേ നിലവിലുള്ള ഡോക്ടർക്ക് റിലീവ് ചെയ്യാൻ സാധിക്കൂ എന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. പകർച്ചവ്യാധികൾ പടരുന്ന ഈ സമയത്ത് ജനങ്ങൾക്ക് കൃത്യമായ ചികിത്സ ഉറപ്പാക്കാൻ 2 ഡോക്ടർമാരുടെ സേവനം ഇവിടെ അനിവാര്യമാണ്. കഴിഞ്ഞ 1.5 വർഷമായി വലിയ സമ്മർദ്ദം ചെലുത്തിയാണ് ഇവിടെ 2 ഡോക്ടർമാരുടെ സേവനം നിലനിർത്തിയിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അടിയന്തരമായി 2 ഡോക്ടർമാരെ ആശുപത്രിയിൽ പോസ്റ്റ് ചെയ്യണമെന്ന് പൂക്കോട്ടുകാവ് വാർഡ് മെമ്പറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ പി മനോജ് പറഞ്ഞു. പൂക്കോട്ടുകാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ 2 ഡോക്ടർമാരാണ് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ മെഡിക്കൽ ഓഫീസറായ അശോകൻ സാറ് ട്രാൻസ്ഫറായി. അടുത്തത് ഒരു ഡോക്ടറും കൂടെ ഉണ്ട്. ആ ഡോക്ടർക്കും ട്രാൻസ്ഫർ ഓർഡർ ഈ സമയത്ത് വന്നിട്ടുണ്ട്. പക്ഷെ പകരം ഡോക്ടറെ ഇവിടെ വെച്ചിട്ടില്ല. ഡോക്ടർ വരും എന്ന് പറയുന്നുണ്ട്. ആ ഡോക്ടർ വന്നാലേ ഈ ഡോക്ടർക്ക് റിലീവ് ആവാൻ പറ്റും. പക്ഷെ നാട്ടിലാകെ പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന ഈ സമയത്ത് 2 ഡോക്ടറുടെ സേവനം നിർബന്ധമായും നല്ല മാതൃകാപരമായി പ്രവർത്തിക്കുന്ന പൂക്കോട്ടുകാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വേണ്ടതാണ്. ഇവിടുത്തെ നാട്ടിലെ ജനങ്ങൾക്ക് സേവനം കൃത്യമായി കിട്ടുന്നതിന് 2 ഡോക്ടർമാർ നിർബന്ധമായിട്ടും വേണം. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് 2 ഡോക്ടർമാർ കഴിഞ്ഞ ഒരു 1.5 വർഷമായി തുടർച്ചയായി നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കുത്തിവയ്പ്പിന് പുറത്തു പോകുന്നതിന് ഫീൽഡിൽ പോകുന്നതിന് ഡോക്ടർ വേണം. ഇവിടെ ആകെ ഒരു ഡോക്ടറേ ഉള്ളൂ. ആ ഡോക്ടർ പുറത്തു പോയി കഴിഞ്ഞാൽ ഇവിടെ OP സേവനം ജനങ്ങൾക്ക് കിട്ടാത്ത അവസ്ഥയാണ് ഉണ്ടാവുക.
ഇതിന്റെ ഒരു പ്രശ്ന പരിഹാരം എന്ന നിലയിൽ നമുക്ക് വേണ്ട 2 ഡോക്ടർമാരെ അടിയന്തരമായി ഈ ആശുപത്രിയിൽ പോസ്റ്റ് ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. കുട്ടികൾക്കുള്ള കുത്തിവയ്പ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി ഡോക്ടർക്ക് ഫീൽഡിൽ പോകേണ്ടതുണ്ട്. നിലവിലുള്ള ഏക ഡോക്ടർ ഫീൽഡ് ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസങ്ങളിൽ ആശുപത്രിയിലെ OP സേവനം പൂർണ്ണമായും തടസ്സപ്പെടും. ഇത് സാധാരണക്കാരായ രോഗികളെ ദുരിതത്തിലാക്കും. ആരോഗ്യവകുപ്പ് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും പി മനോജ് ആവശ്യപ്പെട്ടു. മലപ്പുറം ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും നടത്തിയ ജനസാക്ഷ്യം അദാലത്തിൽ ലഭിച്ചത് 387 പരാതികൾ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി, ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ എന്നിവരാണ് പരാതി കേട്ടത്. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അദാലത്ത് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മലപ്പുറം ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും ചേർന്നാണ് ജനസാക്ഷ്യം അദാലത്ത് സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി, ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ എന്നിവർ അദാലത്തിൽ പരാതികൾ കേട്ടു. വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അദാലത്ത് ഉദ്ഘാടനം ചെയ്തു. ജനസാക്ഷ്യം അദാലത്തിൽ ലഭിച്ച പരാതികൾ വേഗം തീർപ്പാക്കണമെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വിവിധ വകുപ്പുകൾ യോജിച്ച് പ്രവർത്തിക്കണമെന്നും വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു. ആനക്കയം ബിസ്മി ഓഡിറ്റോറിയത്തിലാണ് അദാലത്ത് നടന്നത്. സാങ്കേതികത്വത്തിന്റെ പേരിൽ അർഹരായവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. അദാലത്തിൽ 387 പരാതികൾ ലഭിച്ചു. പരാതികൾ അതിവേഗം തീർപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ പറഞ്ഞു. TV ഇബ്രാഹിം MLA മുഖ്യാതിഥിയായിരുന്നു. ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടാമ്പി പള്ളിപ്പുറം പാതയിലെ കരുവാൻപടിക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ വീടിന്റെ മതിലിലും തുടർന്ന് വൈദ്യുതി തൂണിലും ഇടിച്ച് അപകടം. ആളപായമില്ല. വൈദ്യുതി തൂൺ 2ആയി തകർന്നു. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയാണ് സംഭവം. മുതുതല ഭാഗത്തു നിന്നും കൂറ്റനാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട വൈദ്യുതി തൂണിലിടിച്ചത്. കാറിൽ കൂറ്റനാട് സ്വദേശികളായ 2 പേരാണ് ഉണ്ടായിരുന്നത്. ഇവർക്ക് കാര്യമായ പരിക്ക് പറ്റിയിട്ടില്ല. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി ബന്ധം താറുമാറായി. KCB അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഹിന്ദുക്കളുടെ പേരും പറഞ്ഞു നടക്കുന്നവർ ക്ഷേത്രങ്ങളിൽ വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തി ഉണ്ടാക്കിയ പണം അടിച്ചുമാറ്റുകയാണെന്ന് മലബാർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് യൂണിയൻ CITU പാലക്കാട് ജില്ലാ പ്രസിഡന്റ് NP വിനയ്കുമാർ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടോ എന്നും ഹിന്ദുക്കളെ നന്നാക്കാനും ഉണർത്താനും മുന്നിൽ നിന്ന സംഘടനകൾ ഇപ്പോൾ ഉറക്കം നടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ വന്ന ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് സ്വർണം കട്ടത് ആരപ്പ എന്ന പാട്ടും പാടി നടന്നു. സ്വന്തം മൂക്കിന് താഴെ ക്ഷേത്രങ്ങളിലെ സ്വർണവും പണവും കൊള്ളയടിക്കുന്നത് കണ്ടിട്ടും ഒരക്ഷരം പോലും മിണ്ടാതെയിരിക്കുകയാണ് ഇവരെന്നും NP വിനയകുമാർ പറഞ്ഞു. ഭക്തജനങ്ങൾ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കുന്ന പണം കൊണ്ടുപോയി സർക്കാരിലേക്ക് കൊണ്ടുപോവുകയാണ് മാർക്സിസ്റ്റുകാർ പ്രചരിപ്പിച്ചു. ആ ടീച്ചർ ഹിന്ദുക്കളോട് ഇങ്ങനെ ഉണരാൻ പറഞ്ഞു. ഉണരീൻ ഹിന്ദുക്കളോട് ഉണരാൻ. ഇപ്പൊ ടീച്ചർ ഉറങ്ങിക്കൊണ്ടിരിക്കുക, ഉണരുന്നില്ല. എന്താ കാരണം? എന്താ? അയോധ്യയിൽ രാമന്റെ ക്ഷേത്രത്തിന് വേണ്ടി പിരിച്ച 2000 കോടി ഉറുപ്പിക കാണാനില്ല. 2000 കോടി ഉറുപ്പിക കാണാനില്ല. അതിൽ സ്വർണ്ണ സംഭാവന ചെയ്തവരുണ്ട്, വെള്ളി സംഭാവന ചെയ്തവരുണ്ട്, പലതും ചെയ്തവരുണ്ട്. കാണാനില്ല എവിടെയെന്നുള്ളത്. അത് ചർച്ചയായി, വിവാദമായി. അപ്പോഴാണ് ബദരീനാഥ് ക്ഷേത്രത്തിലും വലിയ കൊള്ള നടന്നു. ബദരീനാഥ് UP-ലാതൊക്കെ കേട്ടോ. അപ്പതാ ഇന്നത്തെ പത്രത്തിൽ വാർത്ത വന്നിരിക്കുന്നു, വൈഷ്ണവി ക്ഷേത്രത്തിൽ 550 കോടി രൂപ കാണിക്ക എണ്ണിയത് കാണാനില്ല. കാണിക്കാൻ മനസ്സിലായില്ലേ? ഭണ്ഡാരം എങ്ങനെ പിന്നെ ഉറങ്ങാതിരിക്കുക? ഉറക്കം നടിച്ചിരിക്കുകയാണ്. ഇപ്പോ ഹിന്ദുക്കളോട് ഉണരാൻ പറയാൻ നിർത്തിയില്ല. ഹിന്ദുക്കളുടെ പേര് പറഞ്ഞ് നടക്കുന്നവർ ക്ഷേത്രങ്ങളിൽ വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തി പണമുണ്ടാക്കിയ പണം അടിച്ചു മാറ്റിയിരിക്കുക. അന്വേഷണം ഉണ്ടോ? കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ? ഹിന്ദുക്കളെ നന്നാക്കാൻ വേണ്ടി, ഉണരാൻ വേണ്ടി അഭ്യർത്ഥിച്ച് നടത്തുന്ന സംഘടനകൾ ആരെങ്കിലും ഈ കാര്യത്തിൽ ഭക്തജനങ്ങളുടെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ ക്ഷേത്രങ്ങൾക്ക് നൽകിയ പണം കട്ടുതിന്നവരുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടോ? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഒരാൾ വന്ന് പറഞ്ഞു, പ്രതിപക്ഷ നേതാവ്, ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ്, ശബരിമലയിലെ സ്വർണം കട്ടത് ആരപ്പാ ചോദിച്ചു അല്ലേ?
ഇവിടെ വന്നിട്ട് കേട്ടില്ലേ പാട്ട്? നല്ല പാട്ട് പാടി. മൂക്കിന് കീഴാണ് സ്വർണ്ണൊക്കെ പണമൊക്കെ കട്ടിക്കൊണ്ടായത്. മുണ്ടില്ല. അപ്പോ മൂപ്പരൊക്കെ മുണ്ടാട്ടില്ല. മുണ്ടുന്നുണ്ടോ? സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്, CITU ഡിവിഷൻ പ്രസിഡന്റ് മോഹനൻ, യൂണിയൻ സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് രാമദാസ്, സുരേഷ് എന്നിവർ പങ്കെടുത്തു. പ്രസിഡന്റായി P ജയചന്ദ്രനെയും സെക്രട്ടറിയായി K സുകുമാരനെയും ട്രഷററായി TV ശ്രീജിത്തിനെയും തിരഞ്ഞെടുത്തു. ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU പട്ടാമ്പി മുനിസിപ്പൽ സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി MK പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പിയിലെ എല്ലാ മാറ്റങ്ങളും എല്ലാ മുന്നേറ്റങ്ങളും ഇരിക്കുന്ന എല്ലാവരും കൂടി ശബ്ദമുണ്ടായിരുന്നു. നിങ്ങളുടെ കൂടി അഭിപ്രായം കേട്ടുകൊണ്ടാണ്. കാരണം എത്രയോ വർഷങ്ങളായി പട്ടാമ്പി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സഞ്ചാരങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ പിന്നെ എല്ലാവർക്കും ദൃശ്യവും നോക്കൂ. നിങ്ങൾ ശ്രദ്ധിച്ചത്, നമ്മളെല്ലാവരും ശ്രദ്ധിച്ചത് ഒരു കാരണവശാലും വ്യക്തിപരമായ കാര്യത്തിനായില്ല, മറിച്ച് ദൈനംദിനമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ കാണുന്ന സഹപ്രവർത്തകരുടെ, നമുക്കിപ്പോൾ യാത്ര ചെയ്യുന്ന മനുഷ്യരുടെ, നമ്മുടെ നാട്ടുകാരുടെ, അങ്ങനെ തുടങ്ങി എവിടെയാണ് പ്രയാസമുള്ളത് ആ പ്രയാസങ്ങൾ കണ്ടെത്തുകൊണ്ട് ആ പ്രയാസം പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെയാണ് അവരെല്ലാവരുടെയും മുന്നിൽ നമുക്കൊരു വലിയ സ്ഥാനമുണ്ടായി. ആ സ്ഥാനം നമ്മുടെ സംഘടന വളർച്ചയ്ക്കാൻ നമ്മൾ ഉദ്ദേശിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിലെ ഏത് പ്രദേശത്തും മാതൃകയാക്കാവുന്ന വിധത്തിൽ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലെ ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയന്റെ ഈ സംഘടന ഇത്രയേറെ. യൂണിയൻ മുനിസിപ്പൽ പ്രസിഡന്റ് C അലി അധ്യക്ഷനായി. KP ബഷീർ രക്തസാക്ഷി പ്രമേയവും സഹദേവൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി KN കൃഷ്ണകുമാർ പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന കമ്മിറ്റി അംഗം PP രാമചന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. CPIM ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, ഡിവിഷൻ ട്രഷറർ K സതീഷ്, ഡിവിഷൻ കമ്മിറ്റി അംഗങ്ങളായ K സുബ്രഹ്മണ്യൻ, സുധീർ ലാൽ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി C അലി പ്രസിഡന്റ്, KP ബഷീർ, സുധീർ ലാൽ വൈസ് പ്രസിഡന്റുമാർ, KN കൃഷ്ണകുമാർ സെക്രട്ടറി, VV ശ്രീധരൻ, VP അൻവർ ജോയിന്റ് സെക്രട്ടറിമാർ, K ഗോപാലകൃഷ്ണൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. പട്ടാമ്പിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാനും അഴുക്കുചാൽ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാനും സമ്മേളനം പ്രമേയത്തിലൂടെ അധികൃതരോട് ആവശ്യപ്പെട്ടു. സംസ്ഥാന വനിതാ കമ്മീഷന്റെ മലപ്പുറം ജില്ലാതല അദാലത്ത് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. കമ്മീഷൻ അംഗം VR മഹിളാമണി അദാലത്തിൽ പരാതികൾ കേട്ടു. കമ്മീഷന്റെ പരിഗണനയ്ക്ക് വന്ന 30 പരാതികളിൽ 6 പരാതികൾ പരിഹരിച്ചു. ഒരു പരാതിയിൽ വിശദമായ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ നിർദ്ദേശം നൽകി. ബാക്കിയുള്ള പരാതികൾ അടുത്ത അദാലത്തുകളിൽ തുടർ നടപടികൾക്കായി പരിഗണിക്കും. വനിതാ കമ്മീഷന്റെ അടുത്ത അദാലത്ത് ജൂലൈ 23 നടക്കും. ശ്രീകൃഷ്ണപുരം പാറക്കടവ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ 16 വർഷത്തിനു ശേഷം നവീകരണ കുംഭാഭിഷേകം നടത്തി. ഇതോടനുബന്ധിച്ച് ആദരായണ ചടങ്ങും സംഘടിപ്പിച്ചു. ക്ഷേത്രം തന്ത്രി പന്തലക്കോട് മനയ്ക്കൽ ദാമോദരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ആദരായണ ചടങ്ങിൽ മുൻ ഗുരുവായൂർ മേൽശാന്തി മൂർത്തേടം സുധാകരൻ നമ്പൂതിരിയെ ക്ഷേത്രം തന്ത്രി ആദരിച്ചു. നാരായണീയം മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്ത് ലീലാനാരായണീയം രചിച്ച PV ശങ്കരനാരായണനെ ക്ഷേത്രസമിതി ആദരിച്ചു. ക്ഷേത്രസമിതി പ്രസിഡന്റ് PR കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. K ശങ്കരൻകുട്ടി, V ഉണ്ണികൃഷ്ണൻ, PS ഗുരുവായൂരപ്പൻ, T ഉണ്ണികൃഷ്ണൻ നായർ, K സുബ്രഹ്മണ്യഗുപ്തൻ, ശിവരാമകൃഷ്ണ അയ്യർ, S സുന്ദരി, K നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു. ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചവർക്ക് ചടങ്ങിൽ പാരിതോഷികങ്ങൾ നൽകി. ഒറ്റപ്പാലം ലക്കിടി കിള്ളിക്കുറിശിമംഗലം മാണി മാധവ ചാക്യാർ സ്മാരക ഗുരുകുലം ആഷാഢോത്സവം കൂടിയാട്ട മഹോത്സവം സംഘടിപ്പിക്കും. വെള്ളിയാഴ്ച മുതൽ ആഗസ്റ്റ് 16 വരെ വൈകിട്ട് 6:30 മുതൽ ഗുരുകുലം നാട്യശാലയിലാണ് പരിപാടി നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആഷാഢോത്സവത്തിൽ കൂടിയാട്ടം, നങ്ങ്യാരമ്മക്കൂത്ത്, ചാക്യാർകൂത്ത്, പാടകം, മിഴാവിൽ തായമ്പക എന്നിവയുടെ രംഗാവതരണമാണ് നടക്കുക. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 അമ്മിനിക്കുട്ടി നങ്ങ്യാരമ്മ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യും. നങ്ങ്യാരമ്മക്കൂത്ത് പുറപ്പാടോടുകൂടിയാണ് ആഷാഢോത്സവത്തിന് തുടക്കമാവുക.
ഓഗസ്റ്റ് 16-ന് പാടകത്തോടെ ആഷാഢോത്സവം സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാണി മാധവ് ചാക്യാർ സ്മാരക ഗുരുകുലത്തിലെ ഈ വർഷത്തെ ആഷാഢോത്സവം ജൂലൈ 17 മുതൽ ആഗസ്റ്റ് 16 വരെയാണ് നടക്കുന്നത്. ഈ ആഷാഢോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പത്മശ്രീ ഗുരു പി കെ നാരായണ നമ്പ്യാരാശാൻ വിഭാവനം ചെയ്ത ആഷാഢോത്സവത്തിന് 21 വയസ്സ് തികയുന്ന ഒരു ശുഭമുഹൂർത്തം കൂടിയാണ്. 21ാമത്തെ വർഷമാണ് ഇന്ന് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷവും കൂടി ഈ വർഷം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് പത്മശ്രീ പി കെ നാരായണ നമ്പ്യാരാശാൻ ചിട്ടപ്പെടുത്തിയിട്ടുള്ള അവതരണങ്ങളാണ് ഈ വർഷവും ആഷാഢോത്സവത്തിൽ നടക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് ജൂലൈ 17-ാം തീയതി ആരംഭിക്കുന്നത് അന്യാരമക്കൂത്ത് പുറപ്പാടോട് കൂടിയിട്ടാണ്. ശ്രീകൃഷ്ണചരിതം എന്ന പണ്ട് ക്ഷേത്രം മതിൽക്കെട്ടിനകത്തുള്ള കൂത്തമ്പലത്തിൽ അടിയന്തരമായിട്ട് 12 ദിവസം നടന്നു പോന്നിരുന്ന ശ്രീകൃഷ്ണചരിതം എന്ന ആ ഒരു നങ്ങ്യാർകൂത്ത് എന്ന കലാരൂപത്തെ ഇത്രയും സജീവമായി ജനകീയമാക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. അത് ഇപ്രാവശ്യം നാന്ദി സൂത്രധാരൻ്റെ പുറപ്പാടിനൊക്കെ ഇപ്രാവശ്യം നടിയാണ് പുറപ്പാട് ചെയ്യണത്. സാധാരണ സൂത്രധാരൻ പുറപ്പാട് പുരുഷന്മാരാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം അത് സ്ത്രീ കഥാപാത്രം ചെയ്യണോണ്ട് നടി ചെയ്യുന്നു. പിന്നെ ഓരോ ദിവസവും വേറെ വേറെ കഥകൾ, ആദ്യത്തെ പുറപ്പാടിൻ്റെ ശേഷം അതിൻ്റെ തുടർച്ചയായിട്ടുള്ള നിർവഹണാഭിനയം, തുടർച്ചയായിട്ടുള്ള രാജധാനി വർണ്ണന, അത് കഴിഞ്ഞാൽ പിന്നെ മധൂക ശാപം, അത് കഴിഞ്ഞാൽ കൃഷ്ണാവതാരം, അത് കഴിഞ്ഞ് പൂതന മോക്ഷം, അത് കഴിഞ്ഞാൽ പിന്നെ ഉലൂഖലബന്ധനം, പിന്നെ കാളിയമർദ്ദനം, പിന്നെ നരസിംഹാവതാരം, പിന്നെ കംസവധം, പിന്നെ കൂർമാവതാരം, അങ്ങനെയായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ശ്രീകൃഷ്ണചരിതത്തിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. പി കെ ഹരീഷ് നമ്പ്യാർ, വാസന്തി നാരായണൻ, സദനം വിനോദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുളയൻകാവ് സുബ്രഹ്മണ്യൻ കോവിൽ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. സി മധു അധ്യക്ഷനായി. കെ ചന്ദ്രൻ വൈദ്യർ, കെ വിശ്വംഭരൻ എന്നിവരെ രക്ഷാധികാരികളായും, കെ ബാലഗംഗാധരൻ, ഇ നാരായണൻകുട്ടി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, സി രാജനെ ജനറൽ സെക്രട്ടറിയായും, സി മധു, കെ ബാബു എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, എം ഉണ്ണികൃഷ്ണൻ ട്രഷററായും പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഇനി വാണിജ്യ വാർത്തകൾ. ആതുര സേവന രംഗത്ത് വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള മിത്ര ഗ്രൂപ്പിന്റെ പുതിയ സ്ഥാപനമായ മിത്ര ക്ലിനിക് മണ്ണാർക്കാട് ചങ്ങലേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ലാബ്, ECG, ഫാർമസി സൗകര്യങ്ങളോടെയാണ് ക്ലിനിക് ആരംഭിച്ചിട്ടുള്ളത്. കുട്ടികളിലും മുതിർന്നവരിലും ജനറൽ വിഭാഗത്തിലും പ്രമേഹം, ബ്ലഡ് ഷുഗർ, മറ്റ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ഏറെ പരിചയസമ്പന്നനായ ഡോക്ടർ ഷറഫുദ്ദീൻ ഷേഖ് ദാവൂദിൻ്റെ സേവനം ഞായറാഴ്ച ഉൾപ്പെടെ ഇവിടെ ലഭ്യമാണ്. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെ മുഴുവൻ സമയവും ഡോക്ടറുടെ സേവനം ലഭിക്കും. അടിയന്തര ഘട്ടങ്ങളിൽ രോഗികളുടെ വീട്ടിലെത്തി പരിശോധന നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ആധുനിക രീതിയിൽ സജ്ജീകരിച്ച മെഡിക്കൽ ലബോറട്ടറി വിഭാഗത്തിൽ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ നടത്തുന്നു. സ്പെഷ്യൽ ടെസ്റ്റുകളായ മൈക്രോബയോളജി, ഹോർമോൺ ടെസ്റ്റുകൾ, ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, പാത്തോളജി, ക്ലിനിക്കൽ പാത്തോളജി തുടങ്ങിയ ടെസ്റ്റുകൾ അംഗീകൃത ലാബുകളിൽ അയച്ച് പരിശോധിക്കാനുള്ള സൗകര്യവും മിത്രയിലുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 400 രൂപ പാക്കേജിൽ ഹൃദയ പരിശോധന, കൊളസ്ട്രോൾ, കിഡ്നി സംബന്ധമായ ടെസ്റ്റുകൾ, HB, മൂത്രാശയ രോഗ പരിശോധന, കരൾ, യൂറിക് ആസിഡ്, ബ്ലഡ് പ്രഷർ, ഡോക്ടറുടെ പരിശോധന തുടങ്ങിയവ ലഭിക്കും. 800 രൂപ പാക്കേജിൽ 3 മാസത്തെ ആവറേജ് ഷുഗർ ടെസ്റ്റ്, കൊളസ്ട്രോൾ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടെയുള്ള ടെസ്റ്റ്, ക്രിയാറ്റിൻ ടെസ്റ്റ്, ലിവർ ടെസ്റ്റ്, മൂത്രാശയ രോഗങ്ങൾ, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, ECG, യൂറിക് ആസിഡ്, ഡോക്ടറുടെ പരിശോധന എന്നിവ ലഭിക്കും. രാവിലെ 6:30 മുതൽ രാത്രി 10 മണി വരെ ലാബ്, ഫാർമസി, ECG സേവനം ലഭ്യമാണ്. വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട നമ്പർ 833 00 00 750 9446241298. മിത്ര ക്ലിനിക്കിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കുമരമ്പത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സ്മിത നിർവഹിച്ചു.
കോയമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ചങ്ങലേരി പ്രദേശത്ത് മിത്ര മെഡിക്കൽ സെൻറ്റർ പറഞ്ഞ് ഒരു ക്ലിനിക്ക് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അതിന് നമ്മുടെ ഈ ചെറിയ ഗ്രാമപ്രദേശങ്ങളിലും ആധുനിക രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഈ ക്ലിനിക്ക് എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഇവിടെ നടത്തപ്പെടുന്നതാണ്. എല്ലാ ആളുകളും ഈ ഒരു പരമാവധി ഈ ക്ലിനിക്കിന് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. മിത്ര ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ അൻവർ സാദത്ത് അധ്യക്ഷത വഹിച്ചു. കാഷ്വാലിറ്റി എന്ന് പറയുമ്പോൾ രാവിലെ 7 മുതൽ രാത്രി 10 മണി വരെ ഡോക്ടറുടെ സേവനം, അതോടൊപ്പം ലബോറട്ടറി സ്റ്റാഫുകളും നഴ്സിംഗ് സ്റ്റാഫുകളും അതേ സമയങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു ചെറിയ ഹോസ്പിറ്റൽ ലഭ്യമാകുന്ന എല്ലാവിധ അത്യാഹിത സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ 10 മണി വരെ മാത്രമായിരിക്കും സ്ഥാപനത്തിന്റെ പ്രവർത്തനം എന്ന് അറിയിക്കും. മണ്ണാർക്കാട് എന്ന് പറയുമ്പോൾ നമ്മുടെ സഹോദര സ്ഥാപനങ്ങൾ കോങ്ങാട്, കല്ലടിക്കോട് ഭാഗത്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഡോക്ടറുടെയും കൂടെ പരിചയത്തിലുള്ള സ്ഥലമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രദേശം തിരഞ്ഞെടുത്തത്. ഇവിടെ നിന്നും ഒരു രോഗിക്ക് പെട്ടെന്നൊരു സർവീസ് കിട്ടണമെങ്കിൽ മണ്ണാർക്കാട് താലൂക്ക് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഹെൽത്ത് സെന്ററുകളിലോ എത്തിപ്പെടേണ്ടതുണ്ട്. മറ്റൊരു സ്ഥാപനം ഇത്ര കൂടുതൽ സമയം പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത്. ഫാർമസിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് അംഗം മുഹമ്മദ് ഷാഫി നിർവഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ കെ.പി. ഹംസ, ആലിക്കൽ കുമാരൻ, റഹ്മത്ത്, വിനീത, ഷമീറ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ കോളശ്ശേരി, അബ്ദുൾ റസാഖ് മാസ്റ്റർ, ഡോക്ടർ ഷറഫുദ്ദീൻ, കെ മുജീബ് റഹ്മാൻ, മിത്ര ഗ്രൂപ്പ് മാനേജർ കെ മുഹമ്മദ് അർഷാദ്, ഡോക്ടർ കെ അസിൽ മുഹമ്മദ്, അമിനുൽ സിദ്ദാൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിന് നേതൃത്വം നൽകി. ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കിന്റെ അശ്വിനി ആശുപത്രിക്ക് സമീപമുള്ള പുതിയ കെട്ടിടത്തിൽ കാർഷിക ഉപകരണങ്ങൾ വാടകയ്ക്ക് നൽകുന്ന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. കെ പ്രേംകുമാർ എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിച്ചു. ട്രാക്ടർ, ടില്ലർ, ഡ്രോൺ തുടങ്ങി വിവിധ യന്ത്രോപകരണങ്ങൾ ആവശ്യക്കാർക്ക് മിതമായ നിരക്കിൽ വാടകയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകും. കെ പ്രേംകുമാർ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് എങ്ങനെയെല്ലാം ഒരു സർവീസ് മേഖല ജനങ്ങൾക്ക് സേവനങ്ങൾ നൽകാൻ സാധിക്കും, സഹായം നൽകാൻ സാധിക്കും, പുതിയ തലമുറയിലുള്ളവരെ എങ്ങനെ നമുക്ക് കാർഷിക വൃത്തിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി സാധിക്കും, അതിനുവേണ്ടി നടത്തുന്ന മുതൽ മുടക്കുകൾ ലാഭമെന്നോ നഷ്ടമെന്നോ നോക്കാതെ മറ്റു മേഖലയിൽ നിന്നുള്ള ലാഭത്തിൽ നിന്ന് ഒരല്പം അധികം ആയിട്ടാണെങ്കിലും ഒരുപക്ഷെ പ്രതീക്ഷിച്ച ലാഭം ലഭിച്ചില്ലെങ്കിലും കാർഷിക മേഖലയിലുള്ള തങ്ങളുടെ ഇടപെടൽ കൂടുതൽ സമഗ്രതയോടെ സൂക്ഷ്മതയോടെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന ഒരു സഹകരണ സ്ഥാപനത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇന്നിവിടെ നടക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ M.K. ജയസുധ അധ്യക്ഷയായി. സെക്രട്ടറി N. ലത റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാർഷിക സെമിനാറിൽ പ്രൊഫസർ കാർത്തികേയൻ വിഷയം അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ K. രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ K. രാധാകൃഷ്ണൻ, കേരള ബാങ്ക് ഡയറക്ടർ O.V. സ്വാമിനാഥൻ, നഗരസഭാ കൗൺസിലർ A. സരൂപ്, സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് സെക്രട്ടറി K. C. ഗീത, ബാങ്ക് പ്രസിഡന്റ് K. വിജയകുമാർ, കൃഷി ഓഫീസർ രമ്യ ചന്ദ്ര, C. വിജയൻ, അച്യുതൻകുട്ടി, N. K. ജയരാജൻ, P. K. ഹരിനാരായണൻ, T. സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രീമിയം ബ്രാൻഡ് കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റുകളുടെയും ആക്സസറികളുടെയും വലിയ ശേഖരവുമായി കോസ്മെറ്റിക്സിന്റെ മലപ്പുറം ഷോറൂം കുന്നുമലയിൽ പ്രവർത്തനം ആരംഭിച്ചു. സഫ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ KTMA സലാം ഉദ്ഘാടനം നിർവഹിച്ചു. 2021 മുതൽ കിഴക്കേതല സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് സമീപം പ്രവർത്തിച്ചു വന്നിരുന്ന കോസ്മെറ്റിക്സ് ആണ് മലപ്പുറം കുന്നുമൽ KSRTC ഡിപ്പോയ്ക്ക് സമീപത്തേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി നിരവധി ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇന്റർനാഷണൽ പ്രീമിയം ബ്രാൻഡുകളുടെ ഒറിജിനൽ പ്രോഡക്റ്റുകൾ പുതിയ ഷോറൂമിൽ ലഭ്യമാണ്. ജ്വല്ലറി മേഖലയിൽ 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള സഫ ഗ്രൂപ്പിന്റെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ആരംഭിച്ച കോസ്മെറ്റിക്സ് മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ പ്രവർത്തിച്ചു വരുന്നു. സഫ ഗ്രൂപ്പ് ഡയറക്ടർമാരായ KT ഉസ്മാൻ, KT അബ്ദുൾ നാസർ, ജനറൽ മാനേജർ KT അബ്ദുൾ മജീദ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡ് സൈനുൽ ഇസ്ലാം, PR മാനേജർ VP യാസിർ, പ്രോജക്ട് മാനേജർ മുഹമ്മദ് അജവദ്, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ മുഹമ്മദ് അസ്ലാം, കോസ്മെറ്റിക്സ് ഓപ്പറേഷൻ മാനേജർ ജൈജു തുടങ്ങിയവർ പങ്കെടുത്തു.
പ്രധാന വാർത്തകൾ വീണ്ടും. വാണിയംകുളത്ത് നിന്നും കാണാതായ 3 അംഗ കുടുംബത്തെ 8 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിൽ കണ്ടെത്തി പോലീസ്. നാടുവിടാൻ പ്രേരിപ്പിച്ചത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെന്ന കുടുംബം. ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഒറ്റപ്പാലം ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സമരജ്വാല തെളിയിച്ച് സമരപ്രഖ്യാപനം നടത്തുമെന്ന് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ മെഗാ തൂഫാൻ ജനകീയ പ്രതിരോധ പരിപാടി വെള്ളിയാഴ്ച. ലഹരി വിരുദ്ധ സംഗമത്തിനായി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പെരിന്തൽമണ്ണയിലെത്തും. പ്രചരണ ജാഥ സംഘടിപ്പിച്ചു നഗരസഭ. ഡോക്ടർമാരുടെ കുറവ്. പൂക്കോട്ടുകാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം കടുത്ത പ്രതിസന്ധിയിലേക്ക്. ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായും അവതാളത്തിലാക്കി മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള 2 ഡോക്ടർമാരുടെ സ്ഥലം മാറ്റം. മലപ്പുറം ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും നടത്തിയ ജനസാക്ഷ്യം അദാലത്തിൽ ലഭിച്ചത് 387 പരാതികൾ. അദാലത്തിൽ ലഭിച്ച പരാതികൾ വേഗം തീർപ്പാക്കണമെന്ന വ്യവസായ വകുപ്പ് മന്ത്രി P. കുഞ്ഞാലിക്കുട്ടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.